എളിയവനായി പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി പുലിക്കൊടിയിൽ പിറന്നു വീണ ഈശോനാഥൻ അങ്ങനെ വളർന്ന് ഒരു കൊച്ചുകുട്ടിയായി തീർന്നു. യൗസേപിതാവിനും മാതാവിനും ഒത്തിരി ഇഷ്ടമുള്ള അനുസരണശീലമുള്ള വിവേകിയായ ഒരു മിടുക്കൻ. 30-ാം വയസ്സിൽ തന്റെ സ്വർഗീയ പിതാവിന്റെ പദ്ധതി അനുസരിച്ച് അവിടുന്ന് പരസ്യ ജീവിതം ആരംഭിച്ചു. പ്രഭാഷണങ്ങൾ, രോഗശാന്തികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, എല്ലാത്തിനും ഒടുവിൽ ദൈവരാജ്യത്തിന്റെ ശത്രുക്കളാൽ പീഡാസഹനം, കുരിശുമരണം. എന്നാൽ മരണത്തെ ജയിച്ച് ഈശോ ഉയർത്തെഴുന്നേറ്റു. അവിടെ നിന്നും 40-ാം ദിവസം തന്റെ പിതാവിന്റെ അടുത്തേക്ക് അവൻ ആരോഹണം ചെയ്തു. പക്ഷേ അതിനു മുൻപ് തന്നെ ഭൂമിയിലുള്ള തന്റെ സഹോദരങ്ങളെ കുറിച്ച് ഒത്തിരിയേറെ വിഷമിച്ച ഈശോ എങ്ങനെ എന്നും അവരോടൊപ്പം ജീവിക്കാം എന്ന് ചിന്തിച്ചു. ദിവ്യകാരുണ്യം എന്ന മഹാ അത്ഭുതമായ കൂദാശ സ്ഥാപിച്ചിരുന്നു. ഒരു ചെറിയ അപ്പമായി ഈശോ ജീവനോടെ ദിവ്യകാരുണ്യമായി നമ്മോടുള്ള സ്നേഹത്തിന്റെ അത്യുന്നത രൂപമായി ഇന്നും വസിക്കുന്നു. ഓരോ പ്രാവശ്യവും നാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു,
നിന്നോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഈശോ വരുന്നു. അപ്പോൾ ഈ ദിവ്യകാരുണ്യത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടാലോ? യേശു പറഞ്ഞു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. യോഹന്നാൻ 6:56. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവർ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവർ ദാഹിക്കുകയില്ല. യോഹന്നാൻ 6:35. അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. ലൂക്ക 24:30-39. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോഴോ അല്ല, കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. 1 കൊറിന്ത്യർ 11:76. അങ്ങനെ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുവെങ്കിലും തന്റെ പ്രിയ മക്കളെ, തന്റെ സഹോദരങ്ങളെ വഴി നടത്താൻ, അവർക്ക് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാൻ ഒരു കൂട്ടുകാരൻ വേണമെന്ന്, ഒരു സഹായകൻ വേണമെന്ന് തീരുമാനിച്ചിരുന്നു. ആരാണ് ഈ സഹായകൻ? നമുക്കറിയാം, നമ്മുടെ പരിശുദ്ധാത്മാവ്. നന്മയിൽ വളരാൻ, തീരുമാനങ്ങൾ വിവേകപൂർവ്വം എടുക്കാൻ, എളിമയും പരിശുദ്ധിയുമുള്ള ദൈവമക്കളാകാൻ, മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ ഈ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. കുട്ടികളായ നാം എന്നും